ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് CBSE ക്ലാസ് 10 മാത്തമാറ്റിക്സിലെ 5th ചാപ്റ്ററായ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന ചാപ്റ്ററിലെ എക്സസൈസ് 5.3 ക്വസ്റ്റ്യൻ നമ്പർ 1 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസർ എന്താണെന്നുള്ളത് നോക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ചോദ്യമാണ്. വാട്ട് ഈസ് എ ക്വസ്റ്റ്യൻ? ഫൈൻഡ് ദ സം ഓഫ് ദ ഫോളോയിങ് APs. ഫൈൻഡ് ദ സം ഓഫ് ദ ഫോളോയിങ് APs. താഴെ തന്നിട്ടുള്ള APസിൻ്റെ അഥവാ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ സമ്മുകൾ കാണണം. ഓക്കെ, ദ ഫസ്റ്റ് വൺ 2, 7, 12 to 10 ടേംസ്. 2, 7, 12 എന്ന അരിത്തമെറ്റിക് സീക്വൻസിൽ 10 ടേംസിൻ്റെ സമ്മ് കാണണം. സമ്മ് കാണാനുള്ള ഇക്വേഷൻ എന്താ? ഇവിടെ ലാസ്റ്റ് ടേം നമുക്ക് ഫൈൻഡ് ചെയ്തിട്ടില്ല, നമുക്ക് തന്നിട്ടില്ല. സോ നമുക്ക് സെക്കൻഡ് ഇക്വേഷൻ യൂസ് ചെയ്യാം. Sn = n/2 × 2a + n - 1 × d. ഇതിൽ a നമുക്കറിയാം 2 ആണ്. ഇനി d നമ്മൾ കണ്ടുപിടിക്കണം. d എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? സെക്കൻഡ് ടേം എന്ന് ഫസ്റ്റ് ടേം മൈനസ് ചെയ്താൽ മതി. സോ 7 - 2 നമുക്ക് എത്ര കിട്ടും? 5 കിട്ടും. ഓക്കെ, അപ്പോൾ വാല്യൂ കൊടുത്തു. n 10 ആണ്, ബിക്കോസ് 10 up to 10 ടേംസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ n 10 അപ്പോൾ 10/2 2a. a ഫസ്റ്റ് ടേം 2 ആണ്. 2 × 2 പ്ലസ് n 10 ആണ്. 10 - 1 × d. d 5 ആണ്. ദെൻ 10/2 5, 2 × 2 4, 10 - 1 9 × 5. ഇനി ആദ്യം മൾട്ടിപ്ലിക്കേഷൻ. സോ 5 × 4 + 9 × 5 45 കിട്ടും. ദെൻ 45ലോട്ട് 4 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 49 കിട്ടും. ദെൻ 49 × 5 ചെയ്യാം. 1/5 45, 5 ഇഷ്ടം 4, 14 24 24 245. സോ ഫസ്റ്റ് അരിത്തമെറ്റിക് സീക്വൻസിലെ ഫസ്റ്റ് 10 ടേംസിൻ്റെ സമ്മ് എന്ന് പറയുന്നത് 245 ആണ്. ദെൻ സെക്കൻഡ് എടുക്കാം. -37, -333, -29 to 12 ടേംസ്. ഞാനിതിൽ വാല്യൂ കൊടുക്കാൻ പോവാണ്. n 12 ടേംസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 12/2. ദെൻ 2a എന്ന് പറഞ്ഞ ഫസ്റ്റ് ടേം -37. ദെൻ n 12 ആണ്. സോ 12 - 1. ഇനി d എങ്ങനെ 4 കിട്ടിയെന്ന് പറഞ്ഞുതരാം. സെക്കൻഡ് ടേമായ -33യിൽ നിന്നും എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. ആരെ മൈനസ് ചെയ്യണം? ഫസ്റ്റ് ടേമായ -37. എഴുതിയ മനസ്സിലായോ? സെക്കൻഡ് ടേമായ -33യിൽ നിന്നും മൈനസ് ചെയ്യണം. ആരെ മൈനസ് ചെയ്യണം? -37. അപ്പോൾ 2 മൈനസ് അടുപ്പിച്ച് വരുമ്പോൾ എന്താവും? പ്ലസ് ആവും. സോ 37 - 33 നമുക്ക് എത്ര കിട്ടും? 4 കിട്ടും. അങ്ങനെയാണ് കോമൺ ഡിഫറൻസ് 4 ആയത്. ഓക്കെ, അപ്പോൾ കോമൺ ഡിഫറൻസ് 4 ആണ്. ഇനി ചെയ്യാം. 12/2 നമുക്ക് 6 കിട്ടും. ഇനി 2 × 37, 37ൻ്റെ ഡബിൾ എന്ന് പറയുന്നത് 7 14 3 3 6 -74 കിട്ടും. ദെൻ 12 എന്ന് 1 പോയാൽ 11, 11 × 4. ദെൻ 11 × 4 നമുക്ക് 44 കിട്ടും. ദെൻ 74 + 44 എന്ന് പറയുമ്പോൾ മൈനസ് ആണ്. സോ വലുതെന്ന് ചെറുത് കൊടുക്കുക. 4 നിന്ന് 4 പോയാൽ 0, 7 നിന്ന് 4 പോയാൽ 3. അപ്പോൾ -30 എന്ന് കിട്ടും. ഓക്കെ, വലുതിൻ്റെ ചിഹ്നം മൈനസ് ആയതുകൊണ്ട് -30. 74 44 പോയാൽ 4 നിന്ന് 4 പോയാൽ 0, 7 നിന്ന് 4 പോയാൽ 3. അപ്പോൾ 30. വലുതിൻ്റെ ചിഹ്നം മൈനസ് ആണ്. സോ -30. ദെൻ 6 × 30. 6 × 30 എങ്ങനെ ചെയ്യുക? 6 × 3 18, ഒരു 0 0 ഇട്ട് കൊടുക്കുക. ഏതെങ്കിലും ഒരെണ്ണം നെഗറ്റീവ് ആയാൽ ആൻസറും നെഗറ്റീവ് ആവുന്നതാണ്. ഇവിടെ -30 എന്നാണ്. അപ്പോൾ അത് -180 എന്നാവും. ഇനി മൂന്നാമത്തത് 0.6, 1.7, 2.8, 100 ടേംസ് വരെ കാണാനാണ്. സോ ഇക്വേഷൻ കൊടുത്തു. n/2 × 2a + n - 1 × d. ഓക്കെ, ഞാനിവിടെ വാല്യൂ കൊടുത്തു. ഓരോന്ന് എങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞുതരാം കേട്ടോ. n 100 ടേംസ് വരെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ n 100. അപ്പോൾ 100/2 2 × a. a എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം 0.6. ഓക്കെ, ദെൻ n - 1 100 - 1. ഇനി d എങ്ങനെ 1.1 കിട്ടിയെന്ന് കാണിച്ചു തരാം. സെക്കൻഡ് ടേമായ 1.7ൽ നിന്നും ഫസ്റ്റ് ടേമായ 0.6 മൈനസ് ചെയ്യണം. ദെൻ 7 - 6 1.1 കണ്ടോ? 1.1 എന്ന് കിട്ടും. ഇനി ചെയ്യാം നമുക്ക്. 100/2 50 ആണ്. ദെൻ 0.6 × 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിന്റ് ഇല്ലാതെ മൾട്ടിപ്ലൈ ചെയ്യുക. 6 × 2 12 ആണ്. ദെൻ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു നമ്പർ, അപ്പോൾ ഒരു സ്ഥാനം മാറ്റി പോയിന്റ് ഇടുക. 1.2.
100 1 പോയാൽ 99. സോ 99 ഇൻറ്റു 1.1. ദെൻ അടുത്ത സ്റ്റെപ്പിൽ 99.11 ചെയ്യാം. സോറി 99.11 അല്ല, 99 ഇൻറ്റു 11 ചെയ്യാം. ഓക്കെ, 99നെ 1 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 99 കിട്ടും. വീണ്ടും 1 തന്നെയാണ്. അപ്പോൾ ഒരു സ്ഥാനം മാറ്റിയിട്ട് അടുത്ത 99 എഴുതുക, ആഡ് ചെയ്യുക. 9 9 9 18 8 ഇഷ്ടം 1 9 1 10. ഇനി എത്ര സ്ഥാനം മാറ്റി പോയിന്റ് ഇടണം? ഒരു സ്ഥാനം മാറ്റി പോയിന്റ് ഇടണം. അപ്പൊ 108.9 കണ്ടോ, 108.9. അപ്പൊ ഇനി അടുത്ത സ്റ്റെപ്പിൽ ഈ 108.9 ആരെ ആഡ് ചെയ്യണം? 1.2നെ ആഡ് ചെയ്യണം. 9ക്ക് 2 കൂട്ടിയാൽ 11ക്ക് 1 ശിഷ്ടം 1. പോയിന്റ് ഉണ്ട്, പോയിന്റ് ഇട്ടു. 8 1 9 1 10ക്ക് 0 ശിഷ്ടം 1 1 1. 110.1. ഓക്കെ, ഇനി ഈ 110.1നെ 50 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് പോയിന്റും ഇത് ഒഴിവാക്കിയാണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 1101 ഇൻറ്റു 50 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 0 ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ 5 0 5 5 ഒരു 0 ഇട്ട് കൊടുത്തു, 50ന്റെ 0. പക്ഷേ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു നമ്പർ ഇല്ലേ? അപ്പൊ ഇവിടെ പോയിന്റ് ഇടുമ്പോൾ ആ 0 അങ്ങോട്ട് പോകും. 5505 എന്ന് കിട്ടും. ഓക്കെ ആണോ മക്കളെ? മനസ്സിലായോ? പോയിന്റ് ഒഴിവാക്കിയപ്പോൾ അത് 1101 ആയി. 50ലെ 0 ഒഴിവാക്കിയാണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ 5505 കിട്ടി. അതിനുശേഷം 50ലെ 0 ഇട്ട് കൊടുത്തു. അതിനുശേഷം പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു നമ്പർ ഉണ്ട്. അപ്പൊ ഒരു സ്ഥാനം മാറ്റി പോയിന്റ് കൊടുത്തപ്പോൾ ആ 0 പോയി. അപ്പൊ ഇതിന്റെ സം അഥവാ 0.6 1.7 എന്ന് പറഞ്ഞു പോകുന്ന അരിത്തമെറ്റിക് സീക്വൻസിന്റെ 100 ടേമിന്റെ സം എത്ര വരിക? 5505 ആണ് വരുന്നത്. ഓക്കെ ആണ്. The last one 1/5 1/12 1/10 up to 11 ടേംസ് ആണ് പറഞ്ഞിട്ടുള്ളത്. സം കാണാൻ ഇക്വേഷൻ കൊടുത്തു. നമുക്ക് ഇവിടെ ആദ്യം ഡി കണ്ടുപിടിക്കാം. സെക്കൻഡ് ടേം ആയ 1/2ൽ നിന്നും 1/15 മൈനസ് ചെയ്യണം. ഓക്കെ, ഡിനോമിനേറ്റർ സെയിം ആണോ? അല്ല. അപ്പൊ ക്രോസ് ചെയ്യണം. എങ്ങനെ ക്രോസ് ചെയ്യാം? 1 ഇൻറ്റു 5 15 15. ഇവിടെ മൈനസ് ആയതുകൊണ്ട് മൈനസ്. 12 ഇൻറ്റു 1 12 ഡിവൈഡഡ് ബൈ 12 ഇൻറ്റു 15 12 ഇൻറ്റു 15 ചെയ്യണം. 12 ഇൻറ്റു 15. അങ്ങനെയാണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. 2 5 10 ശിഷ്ടം 1 1 5 1 6 2 1 കണ്ടോ 180. ഞാനവിടെ എഴുതിയിട്ടുണ്ട്, ഞാനത് മൾട്ടിപ്ലൈ ചെയ്യുന്നത് കാണിച്ചു എന്നുള്ളൂ. 180 കിട്ടും. ഓക്കെ, എങ്ങനെയാണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ? ആദ്യം മുകളിൽ നിന്ന് താഴോട്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും തമ്മിൽ. ന്യൂമറേറ്ററിൽ തന്നെ തുടങ്ങണം കേട്ടോ. 1 ഇൻറ്റു 15 15 മൈനസ് 1 ഇൻറ്റു 12 12 ഡിവൈഡഡ് ബൈ 12 ഇൻറ്റു 15. ഇനി 15 മൈനസ് 12 നമുക്ക് എത്ര കിട്ടും? 3 കിട്ടും. 3/180 കിട്ടും. അതിനെ ചെറുതാക്കുമ്പോൾ 1/60 കിട്ടും. രണ്ടിനെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 3/3 എന്ന് പറയുന്നത് 1 ആണ്. 180/3 എന്ന് പറയുന്നത് 60 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് കോമൺ ഡിഫറൻസ് 1/60 എന്ന് കിട്ടും. 1/60 എന്ന് കിട്ടും. ഓക്കെ, കോമൺ ഡിഫറൻസ് 1/60 എന്ന് കിട്ടും. ഇനി നമ്മൾ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. n 11 ആണ്. അപ്പൊ 11/12 ഇൻറ്റു 2 ഇൻറ്റു ഫസ്റ്റ് ടേം 1/15 ആണ്, പ്ലസ് 11 മൈനസ് 1 ഇൻറ്റു 1/60. ശരിക്കും ശ്രദ്ധിക്കുക, ഫ്രാക്ഷൻ ആണ് വരുന്നത്. 11/2 2 ഇൻറ്റു 1 2 ഇൻറ്റു 1 2 ഡിവൈഡഡ് ബൈ 15 2/15. 11 1 പോയ 10 10 ഇൻറ്റു 1/60. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ 11/2 ഇൻറ്റു 2/50. അതായത് ഈ 10നെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇവിടുത്തെ 0യും ക്യാൻസൽ ആവും. അല്ലെങ്കിൽ ഇങ്ങനെ നോക്കിയാൽ മതി. 10 ഇൻറ്റു 1 എന്താണ്? 10 ആണ്. അപ്പൊ 10/60 എന്ന് വരും. എന്നിട്ട് അവിടുന്ന് കട്ട് ചെയ്താലും മതി. അപ്പൊ നമുക്കൊരു സ്റ്റെപ്പ് കുറഞ്ഞിട്ട് ഇവിടുന്ന് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ കേട്ടോ 0 0 പോയാണ്ട് 1/6 എന്ന് വരും. ഓക്കെ, ഇനി ഇവിടെ ക്രോസ് ചെയ്യണം. 2 ഇൻറ്റു 6 12 പ്ലസ് ആയതുകൊണ്ട് പ്ലസ്. 15 ഇൻറ്റു 1 15 ഡിവൈഡഡ് ബൈ 15 ഇൻറ്റു 6 90. 12ക്ക് 15 കൂട്ടിയാൽ 27 കിട്ടും. അപ്പൊ 27/90 11/2 എന്ന രീതിയിലായി. അതിനുശേഷം ഈ 27 ഇൻറ്റു 11 ചെയ്യാം.
ഓക്കെ 27 ഇൻറ്റു 11 ചെയ്യുക അപ്പോൾ 297 എന്ന് കിട്ടും. ദെൻ 2 ഇൻറ്റു 90 ചെയ്യുക 180 കിട്ടും. അപ്പോൾ 297 ഡിവൈഡഡ് ബൈ 180 എങ്ങനെയാണ് ഇതുവരെ ചെയ്തതെന്നുള്ള കാര്യം ഓക്കെ ആണല്ലോ. 297 ബൈ 180 എന്ന് കിട്ടും. ഓക്കെ അതിനെ നമ്മളൊന്ന് ചെറുതാക്കുമ്പോൾ നമുക്ക് 33 ബൈ 20 എന്ന് കിട്ടും. ഓക്കെ ഇതിനെ നമുക്ക് എന്തുകൊണ്ട് ചെറുതാക്കാം? 9 കൊണ്ട് അല്ലേ? കാരണം ഇതൊന്ന് ആഡ് ചെയ്ത് നോക്കിയേ. 9 ഇതിന് 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. എങ്ങനെ ഇതിന് 9 ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും നോക്കാമെന്നറിയോ? ഈ ഡിജിറ്റുകളൊന്ന് ആഡ് ചെയ്താൽ മതി അല്ലേ? 9ഉം 2ഉം 11ഉം 7ഉം 18 അത് 9ന്റെ മൾട്ടിപ്പിൾ ആണ്. ഓക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 297നെ നമുക്ക് 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 297നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? 3 9 27 29 27 പോയ 2 വീണ്ടും 27 കണ്ടോ? 3 9 27 33. 180നെ 9 ഡിവൈഡ് ചെയ്യണം. 18നെ 9 ഡിവൈഡ് ചെയ്താൽ 2 കിട്ടും. പിന്നെ ഒരു 0 ഇട്ട് കൊടുത്തു. അപ്പോൾ 33 ബൈ 20 എത്ര കിട്ടും? 33 ബൈ 20 ഓക്കെ ആണല്ലോ.